ഹലോ ഹായ്. അപ്പോൾ ഈ നിപ്പ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഒരു ഒലക്കയിലെ പണിയും തീർന്നിട്ടില്ല ഗൈസ്. മുട്ട പുളുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാത്തൂന് എനിക്കുണ്ടോ. അവൾക്ക് ഉച്ചയ്ക്കത്തേൻ്റെ ഞാൻ മുട്ട പുഴുങ്ങിയാണ് ചോറ് എടുക്കാറ്. അപ്പോൾ അമരപ്പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒറ്റൊരു പണി മാത്രമേ തീർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് താളിച്ചേക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ചെമ്മിൻ്റെ അച്ഛനകത്തിട്ട് പുഴുങ്ങാൻ വെച്ചേക്കുന്നല്ല കേട്ടോ. എല്ലാം കൂടെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാനൊരു കൊതി കണ്ടോ, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ കറിയായിട്ട് തലക്കറിയാണ് കേട്ടോ. തലക്കറി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് തലക്കറി മേടിച്ചിട്ട് ആശുപത്രിയിൽ പോകാൻ ഇനി ആരും ബാക്കി ഉണ്ടായിരുന്നില്ല. കഴിച്ച എല്ലാവരും ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. എന്താ സംബന്ധിച്ച് എന്തോ തലകൂട്ടി എല്ലാവർക്കും എന്തോ വയറ്റിൽ നിന്നൊക്കെ പിടിക്കാത്തത് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചട്ടി കണ്ട് എന്തൊരു മൊഞ്ച കാണാനല്ല. എൻ്റെ ഈ ചട്ടീനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ പുകഴ്ത്തി പറയാറ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളെ തല ഞങ്ങൾക്കൊരു പണിയായിട്ടുണ്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ അതുപോലെ കപ്പൻ്റെ കൂടെ കണ്ട് തല നിന്നതാണ്. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഉമ്മ ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു വയറ്റിൽ പിടിക്കാഞ്ഞിട്ടുണ്ട്. അതിന് തല എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി. എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് കാക്കും ചെറിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തല മേടിക്കാറുണ്ടായിരുന്നില്ല. ഉള്ളി മൂപ്പിച്ച മണം നല്ലൊരു മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി മൂപ്പിച്ച മണേ. പക്ഷേ പാത്തുവിന് ഗർഭിണിയായ സമയത്ത് എനിക്ക് ഇതിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ ഞാൻ അപ്പോൾ ഓടുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കാതെ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങോട്ട് അമർത്തിക്കോട്ടെ. ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയുടെ പുളുങ്ങിയത് അവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊരു ചെറിയൊരു പരിപാടി ഉണ്ട്. അത് എൻ്റെ അൽക്കൊയ്ത്ത് പരിപാടി കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ ചേർത്തിട്ടുണ്ടാവും. മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഒരെണ്ണേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് ഇട്ട് കഴിഞ്ഞാൽ ആരും തിന്നൂല്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയുള്ള നമ്മളെ വീഡിയോ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ റൂമിൻ്റെ കൊല്ലം കണ്ടറിയാലോ. മക്കൾ സ്കൂളിട്ട് വരുന്നതിന് മുന്നേ ഇത്രയും ഭംഗിയുള്ള സ്ഥലം വരണ്ടല്ലോ. വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണോ തുണി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ നിരന്ന് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇക്ക പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ സ്പെഷ്യൽ നമ്മുടെ ഷവായിയാണ് കേട്ടോ. ഇതിലൊരു വലിയൊരു കഥയുണ്ട് ഗൈസ്. നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഓളാവെള്ളം പറ്റുന്നവരെ എന്തായാലും സമയം കളയണ്ടേ. ഇളക്കി ഞാനും എടുത്തു. അപ്പോൾ ഇച്ചുവിന് ഞാൻ ഏൽപ്പിച്ചാട്ട് ഇളക്കാനായിട്ട്. ഞാൻ അടുക്കളയിൽ എന്ത് പണി ചെയ്യാൻ നിന്നാലോ ഈ രണ്ടെണ്ണം എൻ്റെ പുറകെ ഉണ്ടാവും കേട്ടോ. ഫിറോസിന് പിന്നെ അതിനൊന്നും കിട്ടത്തില്ലേ. എന്നാൽ ചുമ്മാ ക്യാമറയുടെ മുന്നിൽ കോസ്റ്റ്യൂം കാണിക്കാന്ന് വെച്ചിരിക്കാതെ. അപ്പോൾ പാത്ത് സമ്മതിക്കുന്നില്ല. അവന്മാർ രണ്ടും എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അവൾ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നിരിക്കുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടമില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊക്കെ ഞാൻ അതിലിട്ട് മസാലയിൽ കുറുകി കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റക്കൈയിലാണ് നമുക്ക് ഇവിടെ കയ്യിലിരിക്കുന്നുണ്ടൊന്നും പറ്റുന്നില്ല കാണിക്കാനായിട്ട്. പിന്നെ ഇത് റെസിപ്പി വേണമെന്നുള്ളവർ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ചാലിട്ടിട്ടുണ്ടോയെന്ന് നോക്കണേ. കടപ്പുറത്ത് സൺസ്ക്രീമും തേച്ച് കിടക്കുന്ന പോലെ മസാലയിൽ നമ്മൾ കുട്ടപ്പനാട് കിടക്കുന്ന കിടപ്പ് കണ്ട് ഈ ഒറ്റൊരു കിടപ്പേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ടേസ്റ്റ് എനിക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സൈസ് പച്ചച്ചോവ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇപ്പോൾ 2 വർഷമല്ല, സോറി 1 വർഷമാവാൻ പോവാട്ടോ. 1 വർഷം, കറക്റ്റ് 1 വർഷമാവാൻ പോവാണ്. ഇതുണ്ടാക്കിൻ്റെ ടേസ്റ്റ് കിട്ടിയപ്പോൾ നല്ല രസമുണ്ട്. ഈ ഗ്രേവിയും കൂടെ ഉള്ള കേട്ടോ, അടിപൊളി കേട്ടോ. പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കഴിക്കാനായിട്ട്. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇനി ഞാൻ ടെസ്റ്റ് മക്കളെ ഈ ഒരു കിടപ്പ് ഞാൻ കണ്ടു. പിന്നെയുള്ള കിടപ്പാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. കണ്ടോ, ചോറല്ല എല്ലാവർക്കും വിളമ്പി കഞ്ഞി വന്നപ്പോഴേക്ക് ഇതാണ് അവസ്ഥ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും, ടാറ്റാ.